ഹായ് എവരിവൺ, PSC റാങ്ക് ഹോൾഡർ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കുഞ്ഞു ടോപ്പിക്കാണ് കേട്ടോ, ഏജിങ് ഓഫ് മീറ്റ്. നമ്മുടെ സിലബസിനകത്ത് നമ്മൾ ഫ്രോഡുലൻറ്റ് സബ്സ്റ്റിറ്റ്യൂഷനും അതുപോലെ തന്നെ പ്രിസർവേഷനൊക്കെ പറഞ്ഞു. നെക്സ്റ്റ് വരുന്നത് ഏജിങ് ഓഫ് മീറ്റ് ആണ്. ഓക്കെ, അപ്പോൾ വെറ്ററിനറി സയൻസിൻ്റെ റിവിഷൻ നിങ്ങൾ ചെയ്യാൻ തുടങ്ങണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ, എങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ ഫുഡ് ടെക്നോളജി, മൈക്രോബയോളജി ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഏജിങ് ഓഫ് മീറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ അർത്ഥം? ഇത് ഏജിങ്ങിന് തന്നെ നമ്മൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കണ്ടീഷനിങ് അല്ലെങ്കിൽ ക്യൂറിംഗ് എന്നൊക്കെ പറയുന്നത്. പ്രിസർവേഷൻ ഓഫ് മീറ്റിങ്ങിൽ ക്യൂറിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. കണ്ടീഷനിങ് അല്ലെങ്കിൽ ക്യൂറിംഗ് ഒക്കെ എന്നറിയപ്പെടുന്നത് എന്താണ്? ഏജിങ് ഓഫ് മീറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ, ഇൻ ദ ആബ്സെൻസ് ഓഫ് മൈക്രോബിയൽ സ്പോയിലേജ്. എന്താണ് അവിടെ? മൈക്രോബിയൽ സ്പോയിലേജ് ഇല്ല. ഇൻ ദ ആബ്സെൻസ് ഓഫ് മൈക്രോബിയൽ സ്പോയിലേജ് ദ ഹോൾഡിംഗ് ഓഫ് അൺപ്രോസസ്ഡ് മീറ്റ്. എന്താണ്? ഹോൾഡിംഗ് ഓഫ് അൺപ്രോസസ്ഡ് മീറ്റ് എബവ് ദ ഫ്രീസിംഗ് പോയിന്റ്. ഫ്രീസിംഗ് പോയിന്റ് തൊട്ട് മേലെയായിട്ട് above the freezing point is known as ഏജിങ് ഓഫ് മീറ്റ്. അപ്പോൾ എന്താ പറഞ്ഞത്? ഇൻ ദ ആബ്സെൻസ് ഓഫ് മൈക്രോബിയൽ സ്പോയിലേജ് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ആ സമയത്ത് നമ്മൾ അൺപ്രോസസ്ഡ് ആയിട്ടുള്ള മീറ്റ്, അതായത് മീറ്റ് പ്രൊഡക്ട്സ് ഒന്നും അല്ല, മീറ്റാണ് പറയുന്നത്. അൺപ്രോസസ്ഡ് ആയിട്ടുള്ള മീറ്റ് നമ്മൾ ഫ്രീസിങ് പോയിന്റിൻ്റെ എബൌവിൽ കീപ്പ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്താ പറയുക? കണ്ടീഷനിങ് അല്ലെങ്കിൽ ഏജിങ് എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെൻഡർനെസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ടെൻഡർനെസ് അല്ലേ, ടെൻഡർ മീറ്റിനാണല്ലോ ടേസ്റ്റ് കൂടുതലും ഫ്ലേവർ കൂടുതലുള്ളത്. അപ്പോൾ അങ്ങനെ ടെൻഡർനെസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഏജിങ് അല്ലെങ്കിൽ കണ്ടീഷനിങ് എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ ഈ മീറ്റ് നമ്മൾ കാർക്കാസ് ആയതിനു ശേഷം എന്താണ്, നമ്മളൊരു കോൾഡ് ടെമ്പറേച്ചറിൽ കുറച്ച് നേരം സംഭവിക്കുമ്പോൾ എന്താണ്, ഇത് റിഗർ മോർട്ടിസ് എന്ന് പറയുന്ന കണ്ടീഷനിലോട്ട് പോകും. എന്താണ്? റിഗർ മോർട്ടിസ് എന്ന് പറയുന്ന കണ്ടീഷനിലോട്ട് പോവും. എന്നിട്ട് എന്താണ്, ആ മസിൽസ് ഒന്ന് സോഫ്റ്റായിട്ട് വരും. സോഫ്റ്റായിട്ട് വരും. അപ്പോൾ നമുക്ക് നമ്മുടെ മീറ്റിന് നല്ലൊരു ജ്യൂസിനെസ്സും ഒരു നല്ലൊരു ഫ്ലേവറും അവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? നമ്മളെ മീറ്റ് നമ്മളൊരു കോൾഡ് ടെമ്പറേച്ചറിൽ കുറച്ച് സമയം കീപ്പ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? എപ്പോഴാണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിഗർ മോർട്ടിസ് എന്ന് പറയുന്ന കണ്ടീഷൻ എത്തിയതിന് ശേഷമാണ് നമ്മൾ മീറ്റ് കോൾഡ് ടെമ്പറേച്ചറിനകത്ത് കീപ്പ് ചെയ്യുന്നുള്ളത്. അങ്ങനെ കീപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ മീറ്റ് പിന്നീട് സോഫ്റ്റായിട്ട് ഒരു ജ്യൂസിനെസ്സും ടെൻഡർനെസ്സൊക്കെ അവിടെ വരാറുണ്ട്. അപ്പോൾ അവിടെ വരുന്നുള്ള ആ ചേഞ്ചസ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഏജിങ് അല്ലെങ്കിൽ റൈപ്പനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റൈപ്പനിങ് അല്ലെങ്കിൽ ഏജിങ് അല്ലെങ്കിൽ ക്യൂറിങ് അല്ലെങ്കിൽ കണ്ടീഷനിങ് ഇതൊക്കെ പറയുന്നത് അപ്പോൾ ഉണ്ടാകുന്നില്ല ആ ഒരു ചേഞ്ച്. നമ്മളങ്ങനെ സ്പോയിലേജ് ആബ്സെൻസ് ഓഫ് മൈക്രോബിയൽ സ്പോയിലേജിൽ നമ്മുടെ ഈ മിൽക്കിനെ നമ്മൾ ഫ്രീസിംഗ് പോയിന്റ് എബോവ് ആയിട്ട് വെക്കുമ്പോഴാണ് ഈ കാര്യങ്ങൾ നടക്കുന്നുള്ളത്. അപ്പോൾ മെയിനായിട്ട് ഇവിടെ നടക്കുന്ന കാര്യം എന്ന് പറയുമ്പോൾ, ഒന്ന് പ്രോട്ടീൻ ഡീനേച്ചറേഷൻ നടക്കുന്നുണ്ട്. എന്താണ് നടക്കുന്നുള്ളത്? പ്രോട്ടീൻ ഡീനാച്ചുറേഷൻ ഇവിടെ നടക്കുന്നുണ്ട്. അതായത് ഏജിങ്ങിൻ്റെ സമയത്ത് നമ്മൾ പറഞ്ഞ ടെൻഡർനെസ് ഇൻക്രീസ് ചെയ്യുന്നു പറഞ്ഞേ, അപ്പോൾ അതാണ് ടെൻഡറൈസേഷൻ എന്ന് പറയുന്നത്. ടെൻഡറൈസേഷൻ സ്ലോ ആയിട്ടുള്ള പ്രോഗ്രസീവ് ആയിട്ടുള്ള ടെൻഡറൈസേഷൻ അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞാൽ എന്താണ്, അവിടെ ഡീനാച്ചുറേഷൻ നടക്കുന്നുണ്ട്. നമ്മുടെ മസിലിനകത്ത് ഒരുപാട് പ്രോട്ടീൻസ് ഉണ്ട്. ആ മസിലിൻ്റെ മസിലാണല്ലോ നമ്മൾ സോഫ്റ്റ് ആയിട്ട് വരും എന്ന് പറഞ്ഞത്. ആ മസിൽ പ്രോട്ടീൻസ് ഡീനാച്ചുറേഷൻ നടക്കുന്നുണ്ട്. എന്നിട്ട് ആ ഡീനാച്ചുറേഷൻ സംഭവിച്ച പ്രോട്ടീൻസിൻ്റെ ലൈസിസും അവിടെ നടക്കുന്നുണ്ട്. ഡീനാച്ചുറേഷൻ സംഭവിച്ച പ്രോട്ടീൻസിൻ്റെ ലൈസിസും അവിടെ നടക്കുന്നുണ്ട്. ആര് കാരണം? പ്രോട്ടിയോലിറ്റിക് എൻസൈംസ് കാരണം അവിടെ എന്ത് നടക്കുന്നുണ്ട്? നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന മസിൽസിൻ്റെ ഡീനാച്ചുറേഷൻ നടക്കുന്നുണ്ട്. ഡീനാച്ചുറേഷൻ കാരണം ഉണ്ടാകുന്നുള്ള പ്രോട്ടീൻസിൻ്റെ ഹൈഡ്രോലൈസിസും അവിടെ നടക്കുന്നുണ്ട്. മെയിനായിട്ടുള്ള എൻസൈമാണ് കാത്തപ്സിൻ. ഓക്കെ, ഓർത്ത് നോക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. കാത്തപ്സിൻ എൻസൈം കാരണം അവിടെ നമ്മുടെ ഡീനാച്ചുറേഡ് ആയിട്ടുള്ള പ്രോട്ടീൻ്റെ ഹൈഡ്രോലിസിസും നടക്കുന്നുണ്ട്. ഡീനാച്ചുറേഷൻ എന്ന് വെച്ചാൽ ശരിക്കും എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ക്വാട്ടേണറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ്റെ ആ ഒരു റീഅറേഞ്ച്മെൻറ്റ്, ഇൻട്രാമോളിക്കുലർ റീഅറേഞ്ച്മെൻറ്റ് ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നുള്ളത്. ഓക്കെ, പക്ഷെ അവിടെ റീഅറേഞ്ച്മെൻറ്റ് മാത്രമാണ് ഇല്ലാണ്ടാവുന്നത്. ഒരിക്കലും ഈ അമിനോ ആസിഡ്സ് തമ്മിലുള്ള ബോണ്ടുകൾ തമ്മിൽ ബ്രേക്ക് ചെയ്യുന്നില്ല. ഓർക്കുക, ഡീനാച്ചുറേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ നേച്ചർ ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നുള്ളത്. പ്രോട്ടീൻ തന്നെയാണ്, നേച്ചറാണ് ഇല്ലാണ്ടാവുന്നുള്ളത്. അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ ഇല്ലായ്മ ചെയ്യുകയാണ് ചെയ്യുന്നുള്ളത്. പിന്നീട് ഹൈഡ്രോലിസിസ് നടക്കുമ്പോഴാണ് ആ പ്രോട്ടീൻസിൻ്റെ ബോൺസ് അവിടെ ബ്രേക്ക് ചെയ്യുന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഹൈഡ്രോലിസിസ് ചെയ്യുമ്പോഴാണ് അമിനോ ആസിഡ്സ് തമ്മിലുള്ള ഈ പെപ്റ്റൈഡ് ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നുള്ളത്. അല്ലാണ്ട് ഡീനാച്ചുറേഷൻ എന്ന് പറയുമ്പോൾ ആ സ്ട്രക്ചറിൽ മാത്രം ഉണ്ടാകുന്നുള്ള ഒരു ചേഞ്ചസ് ആണ്. ഓക്കെയാണ്, അത് തമ്മിൽ മാറിപ്പോവരുത്. ഓക്കെ,
അപ്പോൾ ഡീനാച്ചുറേഷൻ കഴിഞ്ഞിട്ട് ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോഴാണ് നമുക്ക് പെപ്റ്റൈഡ്സും അമിനോ ആസിഡ്സൊക്കെ അവിടെ റിലീസ് ചെയ്യുന്നുള്ളത്. ഓക്കെ ആണേ. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്, അപ്പോൾ നമ്മൾ ഈ ഡീനാച്ചുറേഷൻ ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് പറയാം, നമ്മുടെ പ്രോട്ടീൻ്റെ ബയോളജിക്കൽ ആക്ടിവിറ്റി ഇല്ലാണ്ടായി എന്ന് നമുക്ക് പറയാം അല്ലേ. അതിൻ്റെ ബയോളജിക്കൽ ആക്ടിവിറ്റി ഇല്ലാണ്ടായി, അതിൻ്റെ മോളിക്കുലർ ഷേപ്പും സൈസും ഒക്കെ മാറി അല്ലേ. അതുപോലെ തന്നെ സൊല്യൂബിലിറ്റി ഡിക്രീസ് ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് ആ പ്രോട്ടീൻ്റെ ഡീനാച്ചുറേഷൻ വഴി നടക്കുന്നുള്ളത്. അപ്പോൾ പ്രോട്ടീൻ ഡീനാച്ചുറേഷൻ എന്ന് വെച്ചാൽ എന്താണ്, ജസ്റ്റ് അതിൻ്റെ നേച്ചറാണ് ഇല്ലാണ്ടാവുന്നുള്ളത്. ആ ഡീനേച്ചേർഡ് ആയിട്ടുള്ള പ്രോട്ടീൻ്റെ ഹൈഡ്രോളിസിസ് നടക്കുമ്പോഴാണ് അവിടെയുള്ള പെപ്റ്റൈഡ് ബോണ്ട്, അതായത് അമിനോ ആസിഡ്സ് തമ്മിലുള്ള പെപ്റ്റൈഡ് ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് അവിടെ നമ്മുടെ എന്താണ് ഷേപ്പും നമ്മുടെ പ്രോട്ടീൻ്റെ ഷേപ്പ് ബയോളജിക്കൽ ആക്ടിവിറ്റി എല്ലാം ഇല്ലായ്മയാവുന്നുള്ളത്. ഓക്കെ. അപ്പോൾ ഇത് ചെയ്യുന്നത് ആരാണ്, പ്രോട്ടിയോളിറ്റിക് എൻസൈംസ് ആയിട്ടുള്ള കാത്തപ്സിനാണ് പ്രോട്ടിയോലൈസിസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഡീനാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ ആ സ്ട്രക്ചറിൻ്റെ ഡീനേച്ചറേഷൻ അല്ലേ, ആ സ്ട്രക്ചർ ഇല്ലായ്മ ചെയ്യുന്നു, മോളിക്കുലർ ഷേപ്പും സൈസൊക്കെ മാറുന്നു. ഇനി പ്രോട്ടിയോലൈസിസ് പറയുമ്പോഴാണ് നമ്മൾ പറഞ്ഞ ഹൈഡ്രോലൈസിസ് അല്ലെ, അമിനോ ആസിഡ്സ് തമ്മിലുള്ള ബോണ്ടിങ് തമ്മിലുള്ള ആ കെമിക്കൽ ബോണ്ട്സ് ബ്രേക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ പ്രോട്ടിയോലൈസിസ് എന്ന് പറയുന്നത്. ആരാണ് ഇത് ചെയ്യുന്നുള്ളത്, പ്രോട്ടിയോലിറ്റിക് എൻസൈംസ്. മെയിനായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ കാത്തപ്സിൻസ് എന്ന് പറയാം. കാത്തപ്സിൻസും വേറെ എൻസൈംസ് ഉണ്ട് കേട്ടോ, നമുക്ക് അതിലോട്ട് വരാം. അപ്പോൾ നമ്മുടെ മസിൽസിനകത്ത് മയോഫൈബ്രിൽസ് ഉണ്ട്. മസിൽസിനകത്ത് എന്തുണ്ട്, മയോഫൈബ്രിൽസ് ഉണ്ട്. ആ മയോഫൈബ്രിൽ പ്രോട്ടീൻസിലാണ് ഈ കണ്ടീഷനിങ് മെയിനായിട്ട് നടക്കുന്നുള്ളത്. ഓക്കെ. അപ്പോൾ സാധാരണ നമ്മുടെ മസിൽസ് കോൺട്രാക്ട് ചെയ്യണമെങ്കിൽ റിലാക്സ് ചെയ്യണമെങ്കിൽ അവിടെ കാൽഷ്യം അയോൺസിൻ്റെ ആവശ്യകതയുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും, ഇവിടെ എന്ന് പറയുമ്പോൾ ഈ കാൽഷ്യം അയോൺസ് നമ്മുടെ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം, അതായത് മസിൽസിനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ള എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പോലുള്ള ഒരു ഓർഗനലാണ് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം. അപ്പോൾ ഈ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്ന് കാൽഷ്യം അയോൺസ് റിലീസ് ചെയ്യുന്നുണ്ട്. എപ്പോഴും ഇത് നമ്മുടെ എന്താണ് കാർക്കസ് ആയിട്ട് മാറുമ്പോൾ, ലൈവായിട്ട് ഉണ്ടാകുമ്പോഴല്ല, കാർക്കസ് ആയിട്ട് മാറുമ്പോൾ, അതായത് പോസ്റ്റ്മോർട്ടം ചേഞ്ച് ആയിട്ടാണ് ഇത് നടക്കുന്നുള്ളത്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ വരുന്ന ഈ കാൽഷ്യം അയോൺസ് ഉണ്ടല്ലോ, അതവിടെ യൂട്ടിലൈസ് ചെയ്യാൻ ആളില്ല അല്ല. ഇത് ഓൾറെഡി നമ്മുടെ ബോഡി എന്തായി, അത് ലിവിങ് ഓർഗാനിസം അല്ലല്ലോ, ഇത് കാർക്കസായി മാറിയപ്പോൾ, അതായത് പോസ്റ്റ്മോർട്ടം ചേഞ്ച് ആയിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന കാൽഷ്യം അയോൺസ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും, ഈ കാൽഷ്യം അയോൺസ് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അക്യുമുലേറ്റ് ചെയ്യാൻ തുടങ്ങും. ഈ കാൽഷ്യം അയോൺസ് യൂസ് ചെയ്തിട്ടാണ് കണ്ടീഷനിങ് നടക്കുന്നുള്ളത് കേട്ടോ. അപ്പോൾ കണ്ടീഷനിങ്ങിൻ്റെ സമയത്ത് കാൽഷ്യം അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞുകൊണ്ട് വരും. അപ്പോൾ ആദ്യം ഇത് പോസ്റ്റ്മോർട്ടം ചേഞ്ചസ് വഴി കാൽഷ്യം എന്താണ് കൂടിക്കൂടി വന്നിട്ടുണ്ടായിരുന്നു, അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് കണ്ടീഷനിങ് നടക്കുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാൽഷ്യം അയോൺസ് എന്താണ് പല എൻസൈംസ് യൂട്ടിലൈസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കാൽഷ്യം കോൺസെൻട്രേഷൻ അവിടെ ഡിക്രീസ് ചെയ്യുന്നു. ഓക്കെ. ആ എൻസൈംസ് എന്ന് പറയുമ്പോൾ ഒന്ന് CASF എന്ന് പറയാം, കാൽഷ്യം ആക്ടിവേറ്റഡ് സാർക്കോപ്ലാസ്മിക് ഫാക്ടേഴ്സ്. എന്താണ് CASF. പിന്നെ ഒന്നാണ് CANP. CANP എന്ന് പറയുമ്പോൾ കാൽഷ്യം ആക്ടിവേറ്റഡ് ന്യൂട്രൽ പ്രോട്ടീനേസസ്. സോ കാൽഷ്യം ആക്ടിവേറ്റഡ് സാർക്കോപ്ലാസ്മിക് ഫാക്ടേഴ്സ്, കാൽഷ്യം ആക്ടിവേറ്റഡ് ന്യൂട്രൽ പ്രോട്ടീനേസസ്, പിന്നെ നമുക്ക് എന്ത് പറയാം, കാൽഷ്യം ഡിപ്പെൻഡൻറ്റ് പ്രോട്ടീനേസസ്. ഇതിനാണ് നമ്മൾ കാൽപ്പെയിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് കാത്തപ്സിൻസും അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ആദ്യം പറഞ്ഞ കാത്തപ്സിൻസും അതുപോലെ തന്നെ കാൽപ്പെയിൻസും ആണ് പഠിക്കാനുള്ളത്. അതിലും മെയിനായിട്ട് വരുന്നത് കാത്തപ്സിൻസ് ആണ് കേട്ടോ. അപ്പോൾ CASF, CANP, CDP അല്ലെങ്കിൽ കാൽപ്പെയിൻ എന്ന് പറയുന്ന ഈ എൻസൈംസ് ആണ് ഈ കാൽഷ്യത്തിനെ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഏജിങ് ചെയ്യുന്നുള്ളത്. ഓക്കെ. അപ്പോൾ കാൽപ്പെയിൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കാൽപ്പെയിൻ എൻസൈംസിനെ കുറിച്ച് പറയുമ്പോൾ ഇവർ ശരിക്കും എന്താണ് CA2+ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള പ്രോട്ടീനേസസ് ആണ് അല്ലേ. CA2+ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അവിടെ ആക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ. സോ ദ കാൽപ്പെയിൻ പ്രോട്ടിയോളിറ്റിക് സിസ്റ്റം ഇൻ മമ്മേലിയൻ സ്ട്രയേറ്റഡ് മസിൽ കംപ്രൈസസ് 3 യുബിക്വിറ്റസ് എൻസൈംസ്. ഇവിടെ 3 എൻസൈംസ് ഉണ്ട്. ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാൽപ്പെയിൻ 1, അതുപോലെ തന്നെ കാൽപ്പെയിൻ 2, അതുപോലെ തന്നെ കാൽപ്പെയിൻ 10. ഓക്കെ. കാൽപ്പെയിൻ 1, കാൽപ്പെയിൻ 2, അതുപോലെ തന്നെ കാൽപ്പെയിൻ 10, അതുപോലെ തന്നെ ടിഷ്യൂ സ്പെസിഫിക് ഐസോസൈം കാൽപ്പെയിൻ 3. അങ്ങനെ ഡിഫറെൻറ്റ് എൻസൈംസ് ഉണ്ട്. അത് ജസ്റ്റ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ. ഈ കാൽപ്പെയിൻ എന്ന് പറയുന്ന എൻസൈം ഇൻഹിബിറ്റ് ചെയ്യുന്നത് വേറൊരു പ്രോട്ടീൻ ഉണ്ട്, അതാണ് കാൽപ്പസ്റ്റാറ്റിൻ. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞാൽ കാൽഷ്യം ഡിപ്പെൻഡൻ്റ് എൻസൈം ആയിട്ടുള്ള ഈ കാൽപ്പെയിൻ എന്ന് പറയുന്നത് 3 യുബിക്വിറ്റസ് എൻസൈംസ്, ഒരുപാട് യുബിക്വിറ്റസ് എൻസൈംസ് ഉണ്ട് അതിനകത്ത്. അതാണ് കാൽപ്പെയിൻ 1, കാൽപ്പെയിൻ 2, കാൽപ്പെയിൻ 10, അതുപോലെ തന്നെ ടിഷ്യൂ സ്പെസിഫിക് ഐസോസൈം കാൽപ്പെയിൻ 3 എന്നൊക്കെ പറയുന്നത്. പിന്നെ ഈ കാൽപ്പെയിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന മറ്റൊരു പ്രോട്ടീനാണ് കാൽപ്പസ്റ്റാറ്റിൻ എന്ന് പറയുന്നത്. എന്താണ് കാൽപ്പസ്റ്റാറ്റിൻ എന്ന് പറഞ്ഞാൽ അതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നുള്ള ഒരു എൻസൈമാണ്. പിന്നെ നമ്മുടെ ഈ മീറ്റിൻ്റെ ടെൻഡറൈസിങ് ഇതുണ്ടല്ലോ, ടെൻഡർനെസ്, അത് ഇൻക്രീസ് ചെയ്യുന്നതിൽ ഇനീഷ്യലി ഡ്യൂ ടു ദ ആക്ഷൻ ഓഫ് കാൽപ്പെയിൻ 1. കാൽപ്പെയിൻ 1ൻ്റെ ആക്ഷൻ പ്രകാരമാണ് അത് ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്. പിന്നെ കാൽപ്പെയിൻ 2,
അങ്ങനെയാണ് അത് പോകുന്നത്. അപ്പോൾ കാൽപ്പൈനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. എന്താണ് കാൽഷ്യം ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു എൻസൈമാണ് കാൽപ്പൈൻ. കാൽഷ്യം ഡിപ്പെൻഡൻറ്റ്, അത് മാറിപ്പോകരുത്. ഓക്കെ, നെക്സ്റ്റ് ആണ് നമ്മുടെ കാത്തപ്സിൻസ്. ഓക്കെ, നെക്സ്റ്റ് ആണ് കാത്തപ്സിനെ കുറിച്ചും കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാനുണ്ട്. നമ്മളിപ്പോൾ കാൽപ്പൈൻ 1, 2, 10 അതുപോലെ തന്നെ കാൽപ്പൈൻ 3 എന്നൊക്കെ പറഞ്ഞില്ല, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഈ കാത്തപ്സിൻസിനകത്തും വരുന്നുണ്ട്. ഇവിടെ എന്ന് പറയുമ്പോൾ ഇതും നമ്മുടെ മീറ്റ് കണ്ടീഷനിങ്ങിനകത്ത് വരുന്നുള്ള ഒരു എൻസൈമാണ്. ഇവർ മെയിനായിട്ട് എന്താണ്, ലൈസോസോംസ് ആണ്. ലൈസോസോംസ് ആണ്. ഈ കാത്തപ്സിൻസ് എന്ന് പറയുമ്പോൾ പ്രോട്ടിയോലിറ്റിക് എൻസൈംസ് ആണ്. ഇവരുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ പ്രോട്ടിയോലൈസിസ് ആണ്. ഇവർക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്, BDH ആൻഡ് L. BDH, കാത്തപ്സിൻസ് B, കാത്തപ്സിൻസ് D, കാത്തപ്സിൻസ് H, L, അങ്ങനെ 4 ടൈപ്പ് ഉണ്ട്. അതിനകത്ത് കാത്തപ്സിൻസ് D എന്ന് പറയുന്നത് മയോഫൈബ്രിൽ പ്രോട്ടീനൊന്നും ഡീനേച്ചർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, H എന്ന് പറയുന്നത് ഡീഗ്രേഡ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ മയോഫൈബ്രിലാർ പ്രോട്ടീനൊന്നും ഡീഗ്രേഡ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് H എന്ന് പറയുന്നത്. പിന്നെ D എന്ന് പറയുമ്പോൾ മയോഫൈബ്രിലാർ പ്രോട്ടീനെ ഡീഗ്രേഡ് ചെയ്യാൻ സാധിക്കും. പോസ്റ്റ്മോർട്ടം കണ്ടീഷനിങ്ങിൽ ഇവർ ആക്ട് ചെയ്യുന്നുണ്ട് D എന്ന് പറയുന്നത്. പക്ഷേ Bയും Lയും ആണ് മെയിനായിട്ട് പ്ലേ ചെയ്യുന്ന ആൾക്കാർ. ഏറ്റവും കൂടുതലുള്ളത് B ആൻഡ് L ആണ്. ഇവർക്ക് എന്താണ്, ഡീഗ്രേഡ് ചെയ്യാൻ സാധിക്കും, പക്ഷെ അത്രക്കൊന്നും ആക്റ്റീവ് അല്ല. പക്ഷെ Bയും Lയും ആണ് അവിടെ ഏറ്റവും കൂടുതൽ ആക്ട് ചെയ്യുന്നുള്ള ആൾക്കാർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ കാത്തപ്സിൻ L എന്ന് പറയുന്നതാണ് പ്രോബബ്ലി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലൈസോസോമൽ പ്രോട്ടീനേസ് ഇൻ കണ്ടീഷനിങ്. Bയും Lയും നല്ലോണം ആക്ട് ചെയ്യുമെങ്കിലും L ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുള്ള കാത്തപ്സിൻ L എന്ന് പറയുന്നുള്ള എൻസൈം എന്ന് പറയുന്നത്. പിന്നൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതായത് ബീഫിൻ്റെ കേസിലാണ്, ബീഫും അതുപോലെ തന്നെ ചില കേസസിൽ ഒക്കേഷണലി മട്ടണും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഈ പറഞ്ഞിരിക്കുന്ന ഏജിങ് ചെയ്യാറുണ്ട്. എല്ലാ മീറ്റ്സും നമ്മൾ ഏജിങ് ചെയ്യാറില്ല. കാരണം എന്താണ്, ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണ്, അതിനെ സോഫ്റ്റ് ആക്കി കൊണ്ടുവരാം, അല്ലെങ്കിൽ ഒരു ടെൻഡർനെസ് കൊണ്ടുവരാം. അത് യൂഷ്വലി നമ്മുടെ ബീഫിൻ്റെ കേസിലാണ് അത് ഡാർക്കായിട്ടുള്ള ഫേം ആയിട്ടുള്ള മീറ്റ് ഉണ്ടാവുക. യൂഷ്വലി ഏതിൻ്റെ കേസിലാണ്, ബീഫിൻ്റെ കേസിലാണ്. അപ്പോൾ ആ കേസിലാണ് ഇത് മെയിനായിട്ട് ചെയ്യാറുള്ളത്. ഈ പോർക്കിൻ്റെ ഒന്നും കേസിൽ ഒരിക്കലും അത് ചെയ്യാറില്ല. പോർക്കിൻ്റെ ഒന്നും കേസിൽ ഏജിങ് ഒരിക്കലും ചെയ്യാറില്ല. ബീഫിൻ്റെ കേസിലൊക്കെയാണ് ചെയ്യുന്നുള്ളത്. പിന്നെ ചില സമയത്ത് ഷീപ്പ് ഗോട്ടിലൊക്കെ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പോൾട്രിയിലും ചില സമയത്ത് ചെയ്യാറുണ്ട്. പോർക്കിൻ്റെ കേസിൽ ഒരിക്കലും നമ്മളത് ചെയ്യാറില്ല, അത് ഓർത്ത് വെക്കണേ. പിന്നെ നമ്മളിവിടെ കാത്തപ്സിൻസും കാൽപ്പൈനും പഠിച്ചില്ലേ, അതിൻ്റെ കൂടെ തന്നെ പഠിക്കേണ്ട മറ്റൊരാളാണ് പ്രോട്ടിയസോം. എന്താണ് പ്രോട്ടിയസോം എന്ന് പറയുന്നുള്ള ഒരു മൾട്ടി കാറ്റലിറ്റിക് പ്രോട്ടിയേസ് കോംപ്ലക്സ് ആണിത്. മൾട്ടി കാറ്റലിറ്റിക് ആയിട്ടുള്ള പ്രോട്ടിയേസ് കോംപ്ലക്സ് ആണ് പ്രോട്ടിയസോം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവർ മയോഫൈബ്രിലാർ പ്രോട്ടീൻസിനെ റാപ്പിഡ്ലി ഹൈഡ്രോലൈസ് ചെയ്യുന്നുണ്ട്. മയോഫൈബ്രിലാർ പ്രോട്ടീൻസിനെ റാപ്പിഡ്ലി ഹൈഡ്രോലൈസ് ചെയ്യുന്ന പരിപാടിയാണ് പ്രോട്ടിയോസോമിനുള്ളത്. ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു 0.5 to -2 ഡിഗ്രി സെൽഷ്യസ്, അതായത് ഒരു കോൾഡ് റൂമിലാണ് ഏജിങ് അല്ലെങ്കിൽ റൈപ്പനിങ് ഇവർ വെച്ചിട്ട് നടക്കുന്നുള്ളത്. ഏജിങ്ങിന് ഒരു 1 to 4 വീക്സ് വരെ ടൈം എടുക്കാറുണ്ട്. ഓക്കെ, പിന്നെ ആ ബെസ്റ്റ് ഫ്ലേവറും അതുപോലെ തന്നെ ഗ്രേറ്റസ്റ്റ് ടെൻഡർനെസ്സും കിട്ടുന്നുള്ളത് ഒരു 2 to 4 വീക്സ് വെക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ബെസ്റ്റ് ഇത് വരുന്നുള്ളത്. പിന്നെ നമ്മൾ ഈ ഏജിങ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആ റൂമിൻ്റെ ഹ്യൂമിഡിറ്റി എപ്പോഴും നിലനിർത്തണം. ഓക്കെ, ഹ്യൂമിഡിറ്റി ഓഫ് ദ കോൾഡ് റൂം ഈസ് ടു ബി കൺട്രോൾഡ്. അതുപോലെ തന്നെ ആ മീറ്റിന് നമ്മളെപ്പോഴും റാപ്പ് ചെയ്ത് വെക്കണം. ഇതിന് വേണ്ടിയിട്ട് ഡ്രൈയിങ്ങും വെയിറ്റ് ലോസും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും എന്ത് ചെയ്യണം, ആ മീറ്റിന് നമ്മൾ റാപ്പ് ചെയ്ത് വെക്കണം. പിന്നെ ഹയർ ടെമ്പറേച്ചർ വെച്ചിട്ട്, അതായത് ഹൈ ടെമ്പറേച്ചറിൽ ഷോർട്ട് ടൈം HTST നമ്മൾ പറയാറില്ലേ, അങ്ങനെ വെച്ചിട്ട് നമുക്ക് ടെൻഡർനെസ് എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന ഏജിങ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഏജിങ് ചെയ്യാവുന്നതാണ്. അതായത് ഒരു 20 ഡിഗ്രി സെൽഷ്യസ് ഫോർ 48 hours. 48 hours നമുക്കിത് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്കെന്താണ് അൾട്രാവയലറ്റ് ലൈറ്റ് വെച്ചിട്ട് നമ്മളെന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബാക്ടീരിയൻ്റെ സർഫസിലുള്ള മൈക്രോ ഓർഗാനിസത്തിനെ, ബാക്ടീരിയൻ്റെ അല്ല മീറ്റിൻ്റെ സർഫസിലുള്ള ബാക്ടീരിയാസിനൊക്കെ കില്ല് ചെയ്തിട്ടും നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന എന്താണ് ഏജിങ് ചെയ്യാവുന്നതാണ്. പിന്നെ ലാമ്പും മട്ടണും യൂഷ്വലി ആണ് ഏജ്ഡ് ചെയ്യുന്നത്. പോർക്ക് ഈസ് നെവർ ഏജ്ഡ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഹൈ ഫാറ്റ് കണ്ടൻറ്റ്. ഹൈ ഫാറ്റ് കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിത് മെയിനായിട്ട് ചെയ്യാറില്ല. പിന്നെ ഹൈ ടെമ്പറേച്ചർ വെച്ചിട്ട് ഷോർട്ട് ടൈം, അതായത് കുറച്ച് സമയത്തേക്ക് വേണ്ടി മാത്രം നമുക്കിത് ചെയ്യാവുന്നതാണ്, ഏജിങ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൻ്റെ കേസിൽ ഏജിങ് ഓഫ് മീറ്റിങ്ങിൻ്റെ കേസിൽ പറയാനുള്ളത്. ബാക്കിയുള്ള ടോപ്പിക്സ് നമ്മൾ വരുന്ന വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ താങ്ക് യു.